ഡോക്ടർ, നമ്മളിപ്പോൾ RSSൻ്റെ കാര്യം പറഞ്ഞു, അത് രൂപീകരിച്ചതും അവരുടെ സംഘടനയുടെ ചിട്ടയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എന്തെങ്കിലും സംഘടന ഉണ്ടായിട്ടുണ്ടോ ഇതുപോലത്തെ? നമ്മൾ ഈ യൂണിഫോം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ കുറേ പിള്ളേർ പച്ച ഗ്ലാസും തുപ്പിയും വെച്ചൊരു പരേഡ് നടന്നത് കണ്ട. അതല്ല, തീവ്രമായിട്ടും ഈ മതത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടോ മുസ്ലിം? അല്ല, ഇതിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഒരു വംശീയമായിട്ടുണ്ടാകുന്ന കുറേ കൂട്ടായ്മകൾ, സംഘടനകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്ന RSSൻ്റെ രൂപീകരണത്തോടെല്ലാം ബന്ധപ്പെട്ട് കണക്കാക്കാവുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള RSS ധരിക്കുന്ന ആ ഒരു കാക്കി ഡ്രസ് കോഡാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള കാക്കി ഡ്രസ് കോഡ് കൂടി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കൊരു സംഘടന ഉണ്ടായിരുന്നു. അതാണ് ഗാക്സർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഗാക്സർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റി ചരിത്രത്തിൽ പറയുന്നുണ്ട്. 1931 അത് സ്ഥാപിക്കപ്പെടുന്നത്. അത് അല്ലാമ മശ്രീഖി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സംഘടന എന്ന് പറയുന്ന അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടുക. അപ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടേതായിട്ടുള്ള ഒരു ഐക്യമുണ്ടായിക്കൊണ്ട് അവരുടെ സംസ്കാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുന്ന രീതിയിലുള്ള സംഘടനയായിരുന്നു. അപ്പോൾ യുവജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സംഘടന അത് തുടങ്ങുന്ന സമയത്ത് 31 തുടങ്ങുമ്പോൾ 90 പേരെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ 300ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. 1942 ആകുമ്പോൾ അത് 4 ദശലക്ഷമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറഞ്ഞത്. അതായത് ത്വരിതഗതിയിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു മതപരമായിട്ടുണ്ടാകുന്ന ഒരു കായികമായിട്ടുണ്ടാകുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന ഒരു കേഡർ സ്വഭാവമുള്ള സംഘടനയായിരുന്നു ഈ പറയുന്ന ഗക്സർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ന് പറഞ്ഞ് രാവിലെ എണീക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയുധ പരിശീലനം, അതായത് ഈ വ്യായാമങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുണ്ടാകുന്ന വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് വരുന്ന, മൃഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സേവനങ്ങൾ ചെയ്യുക എന്നതെല്ലാം പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളായിരുന്നു. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വിഭജിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംഘടന മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വിഭജിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഈ ഗക്സർ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭജനം, അതായത് മുഹമ്മദ് അൽ ജിന്നയാകട്ടെ VD സവർക്കർ ആകട്ടെ അത്തരം ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഈ മുസ്ലിം ലീഗ് വെക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്ന, അതായത് ലാഹോറിനോട് ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിലാണ് 1940 സമ്മേളനത്തിലാണ് ഈ ജിന്നയെ പോലുള്ള ആൾക്കാരെല്ലാം ഈ നിരാശവാദത്തെ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു ആശയഗതിയെ ഈ പറയുന്ന ഗക്സർ പ്രസ്ഥാനം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഇത്തരം ആശയത്തെ എല്ലാ രീതിയിലും അവർ ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യയിൽ തന്നെ വസിക്കണമെന്ന്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും തന്നെ ഐക്യത്തിൻ്റെ രൂപത്തിൽ, അതായത് ബ്രിട്ടീഷുകാരെ പുറത്താക്കി അവിടുത്തെ ജനത എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കണമെന്നൊരു പ്രസ്ഥാനം, ആ ഒരു ആശയമായിട്ട് നിലനിന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം നൽകിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഗക്സർ പ്രസ്ഥാനം. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന നിരാശവാദത്തെ എതിർക്കുക. അതിനോടൊപ്പം തന്നെ ബ്രിട്ടനെ എല്ലാ കാലത്തും എതിർക്കുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് നിർത്തിയായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ 1939 എന്ന് പറയുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധം ഏകദേശം ശമിച്ചൊരു കാലഘട്ടം കൂടിയാണ്. 9 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശമിച്ചിട്ടില്ല. കാരണം നാഗസാക്കിയിലൊക്കെ വരുന്നതും അമേരിക്കയും ജപ്പാനുമായിട്ടുണ്ടാകുന്ന പ്രശ്നം നീണ്ടുപോകുമ്പോഴും ബ്രിട്ടനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു യാത്രയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിജയം നേടി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് 1939. ആ 39കളിൽ ഈ ഗക്സർ പ്രസ്ഥാനം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യയിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്, അതായത് ബ്രിട്ടനോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു തിരിച്ചുവരവുണ്ടായാൽ ആ ബ്രിട്ടനെ പ്രതിരോധിക്കാൻ വേണ്ടി 30,000 സായുധ സംഘത്തെയാണ് ഗക്സർ പ്രസ്ഥാനത്തോട് ബന്ധപ്പെടുത്തി അവർ മുന്നിട്ടിറക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തോട് ബന്ധപ്പെടുത്തി 10,000 ആൾക്കാരെയും അതുപോലെ മറ്റ് സേവനങ്ങൾക്കായി മറ്റൊരു 10,000 വാളണ്ടിയേഴ്സിനും ഗക്സർ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 39 പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 38 VD സവർക്കറിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ ഈ ഹിന്ദു മഹാസഭയോട് ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ ആശയരൂപീകരണത്തോട് ബന്ധപ്പെട്ട് സബർമതിയുടെ തീരത്ത് വെച്ച് ഈ പറയുന്ന നിരാശവാദം ആദ്യമായിട്ട് പറയുന്നത്. ആ 38 പറഞ്ഞൊരു കാര്യമാണ് 40 ഈ പറഞ്ഞ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നത്. അപ്പോൾ 38 എന്ന് പറയുന്ന ഒരു ആശയം നിരാശവാദം വരുകയാണ്. അപ്പോൾ ആ നിരാശവാദത്തെ എതിർക്കുന്നതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടാൻ പാടില്ല, യുദ്ധം കഴിഞ്ഞു ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇവർ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് UP-യിൽ ഈ പറയുന്ന ഗക്സർ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട വാളണ്ടിയേഴ്സ് ഒരു വലിയൊരു റാലി നടത്തുന്നുണ്ട്. ആ റാലിയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1000-ഓളം വരുന്ന വാളണ്ടിയേഴ്സിനെ വെടിവെച്ചു കൊല്ലുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1943 മുഹമ്മദ് അലി ജിന്നയ്ക്കെതിരെ, അതായത് മുഹമ്മദ് ജിന്നയുടെ നിരാശവാദത്തിന് എതിരെ നിന്ന ഈ ഗക്സർ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ മുഹമ്മദ് അലി ജിന്നയെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകളെ, അതിൻ്റെ പ്രവർത്തകരെ ബ്രിട്ടീഷുകാർ കൊല ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നിരാശവാദത്തെയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിലനിൽക്കുന്ന മുസ്ലിം ലീഗിനെയും എതിർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിരുന്നു ഈ പറയുന്ന ഗക്സർ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആ മരണത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുമ്പോൾ ഗക്സർ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവരോട് ബന്ധപ്പെട്ട ഒരു ഐക്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗക്സർ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ നിലനിർത്തുക, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നാണെന്നൊരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു മഹത്തരമായിട്ടുള്ള ഒരു ആശയത്തോട് ബന്ധപ്പെടുത്തി അതിൻ്റേതായിട്ടുള്ള സംസ്കാരം നിർത്തിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സന്ദേശത്തോട് ബന്ധപ്പെട്ടാണ് ഗക്സർ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന ചരിത്രത്തോട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവർ പോലും ഗക്സർ പ്രസ്ഥാനത്തെ പറ്റി സംസാരിക്കുന്നില്ല. എന്തിന് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ടവർ പോലും ഗക്സർ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആചാര്യനെയോ അതിൻ്റെ വാളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഇന്നും സംസാരിക്കാറില്ല. അവരിപ്പോഴും പറയുന്നത് അവരെല്ലാം ഇന്നും പിന്തുടരാൻ ശ്രമിക്കുന്നത് മലബാർ കലാപത്തോട് ബന്ധപ്പെട്ട് വരുന്ന വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള ആൾക്കാരെയാണ്. അവർ വെക്കുന്ന ആശയം വളരെ വിരുദ്ധമാണ്. കാരണം ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട്, അതായത് നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരം ആൾക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഖിലാഫത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മതഭ്രാന്തി ചിന്തയോടുള്ള ഒരു ആശയം വെച്ച ഒരു ആൾക്കാരുടെ പിന്തുടരാണ് കേരളത്തിലെ യുവജനങ്ങൾ പോലും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് RSSനെയും ഗക്സർ പ്രസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സംഘടനയും നമ്മൾ ഈ താരതമ്യം ചെയ്ത് പഠിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.